ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എങ്ങനെ വീഡിയോ ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ കാലുകൊണ്ട് തട്ടി കഴിഞ്ഞാൽ ഈ കുപ്പിയുടെ അടപ്പൻ ഇങ്ങനെ തട്ടി കളയാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഇത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇതുപോലെ തട്ടണതായിട്ട് കാണിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. കൊറോണയ്ക്ക് മുൻപ് ഒരു ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ട്രെൻഡ് വന്ന പോലെ പണ്ടൊരു ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ബോട്ടിൽ ഈ സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു മാസ്കിൻ ടേപ്പ് വേണം. പിന്നെ ഇതുപോലൊരു ട്രൈപ്പോഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം വേണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രൈപ്പോഡായാലും മതി. നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ട്രൈപ്പോഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ബോട്ടിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തൊരു സ്ക്രൂ ഇട്ടിട്ട് ഒരു മരത്തിൻ്റെ ഒരു സംഭവത്തും ഇങ്ങനെ ഉറപ്പിച്ചാലും നിങ്ങൾക്ക് വേണേൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ കുപ്പി ഇങ്ങനെ നേരെയാണോ ഇരിക്കണേന്ന് നോക്കണം. അതായത് ഇതൊക്കെ നേരെയാണോ നോക്കിയതിന് ശേഷം നമുക്കിനി ഇത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു ട്രൈപ്പോഡ് ഇതുപോലത്തെ ഒരു ട്രൈപ്പോഡ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതുമ്മലാണ് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുമ്മ ഫോൺ വെച്ചിട്ട് ഇതുമ്മയാണ് നമ്മുടെ ഫോണിൻ്റെ അളവിലേക്ക് നമുക്ക് ഇതൊന്ന് താഴ്ത്തി കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഗൈസ് നമ്മൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ നമ്മുടെ കുപ്പിയുടെ ഏകദേശം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ തട്ടാൻ രീതിയിൽ കണ്ട് ഇവിടെ ഇങ്ങനെ തട്ടാൻ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അടപ്പൻ ഇങ്ങനെ ഊരണ ഒരു ഷോട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ കാലിങ്ങനെ ചവിട്ടണ ഒരു ഷോട്ട് എടുക്കാം. അപ്പോൾ 2 ഷോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ നമ്മളെടുത്തത് എഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലായിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഞാൻ കുറേ വീഡിയോസ് ഇതിലത്തെ എഡിറ്റ് ചെയ്യണ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കാം. ഇതിപ്പോൾ നമ്മൾ ബോട്ടിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഷൂട്ട് ചെയ്ത ഫയൽ എടുത്തിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫയൽ ഞാൻ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫയലിൽ നമുക്കിനി 2 പോർഷൻ കട്ട് ചെയ്തെടുക്കണം. രണ്ടും ഒരു വീഡിയോയിലായതുകൊണ്ട് നമുക്ക് ഇതിന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ രണ്ടും ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ അധികം ഷേക്ക് ഇല്ലാണ്ട് നമ്മുടെ ആംഗിളൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിങ് ഫുള്ള് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ തന്നെ വെച്ചെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നീക്കി നോക്കി കഴിഞ്ഞാൽ ഇത് അടപ്പണത് പോണത് കാണാൻ പറ്റും, നമ്മൾ നടക്കണതും കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിൻ്റെ ഓഡിയോ ഡിലീറ്റ് ചെയ്താലേ നമുക്ക് ഈ ഓഡിയോ ആവശ്യമില്ല. അപ്പോൾ 2ൻ്റെ ഓഡിയോ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടപ്പം തുറക്കണ ബോട്ട് ക്യാപ്പിൻ്റെ വീഡിയോ, ആ ക്യാപ്പിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ നടന്നു തന്നെ മുകളിലെ ലെയറിലേക്ക് കൊണ്ടിടാം. അങ്ങനെ ഇട്ടതിന് ശേഷം ഈ നടന്നു തന്നെ വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളുടെ കാലിങ്ങനെ തട്ടണ ഒരു ഭാഗം ഉണ്ടല്ലോ ക്ലിപ്പിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് വെച്ചിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പോലത്തെ ഒരു നീല സാധനം വരും, അല്ലെ ചുമപ്പ്. നമുക്ക് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടിച്ചിടാം, മാർക്കായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ക്യാപ്പിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ബോട്ടിലിന്, ആ ലെയറിൽ നമ്മളിങ്ങനെ നീക്കി വെക്കാം. ഇതിവിടെ ഈ ഒരു ഫിറ്റിൽ നിങ്ങളൊരു 150 200 ഇടുമ്പോൾ നമുക്കൊന്ന് ഒരു സൂമായി കിട്ടും. ഓരോ സെക്കൻഡ് ഇങ്ങനെ ഫ്രെയിം നീക്കി നോക്കുമ്പോൾ ഏകദേശം നിങ്ങളുടെ അടപ്പൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടപ്പൻ ഇങ്ങനെ പതിയെ തിരിയണത് കാണാൻ പറ്റും. വെച്ചിട്ട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പോലത്തെ ഒരു നീല സാധനം വരും. അപ്പോൾ അതിന് ശേഷം ക്യാപ്പിൻ്റെ ക്ലിപ്പ് എടുത്തതേ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം കൊണ്ടിട്ടുണ്ട്. മുകളിൽ കൊണ്ടിട്ടതിന് ശേഷം ആ ക്യാപ്പിൻ്റെ പടം ഉണ്ടല്ലോ, ക്യാപ്പിൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ മുകളിൽ പ്രസ് ചെയ്യാം. അതിന് ശേഷം മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ കാണാൻ പറ്റും. അപ്പോൾ ആ എഫക്റ്റ് കൺട്രോളിൽ ഞെക്കി കഴിയുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റിയിൽ ഒരു പെന്നിൻ്റെ ഒരു പടം ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിവിടെ ഒരു മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഓണായി വന്നതാണ് കാണാം. അങ്ങനെ വരണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാസ്ക് എന്ന് ഓണായി വന്നിട്ടുണ്ടോ എന്ന്. പെന്നിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ഈ പെന്നെടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ബോട്ടിലിൻ്റെ ചുറ്റിനും ഓരോ കുത്തുകൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ കുത്തായിരിക്കും വരിക. അപ്പോൾ ആ ക്യാപ്പിൻ്റെ ആ ഒരു കെർവൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാപ്പ് മാത്രം സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതേ നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്ക് ഫെദറിൽ വന്നിട്ട് അത് 0 ആക്കിയിടണം. അപ്പോൾ ഇതേ നമ്മൾ 0 ആക്കിയിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഷാർപ്പ്നെസ് കുറയും. നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ആ ഷാർപ്പ്നെസ് ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഷാർപ്പ്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് ആനിമേഷൻ ചെയ്യണം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ഒരു ടൈമറിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടൈമറിൻ്റെ ചിഹ്നം, ആ ടൈമറിൻ്റെ ചിഹ്നത്തുമ്പോൾ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു
മാസ്കിൻ്റെ ഒരു സാധനം ഓണോ നമ്മൾ ട്രാക്ക് ചെയ്യാനായിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ ടോക്കിൾ ആനിമേഷൻ ഉണ്ടല്ലോ. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ഒരു നീല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമാരത്തെ ഒരു കുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വരുത്താൻ വേണ്ടി ഈ മാസ്കുമ വണ്ണ് എന്നുള്ളതുമ്പോൾ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നേനെ കാണാൻ പറ്റും. അപ്പോൾ അടിയിലത്തെ നമ്മൾ ഈ ഒരു ഐയുടെ ചിഹ്നം ഞെക്കിയിട്ട് നമ്മളിത് ചെയ്തെടുത്തേക്കാണ്. നമ്മുടെ ലെയർ ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുത്തേക്കാണ്. ഇനി നമ്മൾ ക്യാപ്പിൻ്റെ വീഡിയോ ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് മാത്രമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ക്യാപ്പിൻ്റെ അനങ്ങണേൻ്റെ അനുസരിച്ച് ഈ മാസ്കുമ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ അടപ്പൻ്റെ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ കാണാൻ പറ്റും. അടപ്പൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നീങ്ങിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ഇങ്ങനെ നീക്കി വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഫ്രെയിം നീക്കുമ്പോൾ കുറച്ച് കുറച്ചിങ്ങനെ നീങ്ങി ഓരോ ഫ്രെയിം ഈ ആരോക്ക് പ്രസ് ചെയ്ത് നിങ്ങൾ ഒരു ഫ്രെയിം നീങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇൻവെർട്ടഡ് എന്നുള്ളത് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ പുറത്തെ ഭാഗം നിങ്ങൾക്ക് കാണണമെങ്കിൽ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ആ ഒരു പോയിൻ്റ് നമ്മൾ പ്രസ് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ നീക്കി കൊടുത്ത് ഓരോ ഫ്രെയിം ബൈ ആയിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ അടപ്പൻ്റെ കുറച്ച് ഭാഗം നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നീക്കി കൊടുക്കാം. അങ്ങനെ നിങ്ങൾ വീഡിയോയുടെ എത്ര സെക്കൻഡ് വീഡിയോ ആണോ ആ എത്ര സെക്കൻഡ് ഉള്ളത് ഫുള്ള് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ ഫ്രെയിം നമ്മൾ ഈ ആരോക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വേണ്ട ഒരു ഫ്രെയിമിൽ നമ്മുടെ അടപ്പൻ ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങണ കാണാൻ പറ്റും. അപ്പം ഇത് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ഫ്രെയിമിലെത്തിയപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു സൈഡ് നീങ്ങി കിടക്കണതാണ് അടപ്പൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഇതുമ്മ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് കട്ടായി പോയി ശരി. അപ്പോൾ വീണ്ടും ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പുറത്തേക്ക് പോയാണ് കാണാൻ പറ്റും. അപ്പോൾ അത് വീണ്ടും നീക്കി കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ അടപ്പം ചെറിയണതിൻ്റെ അനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ കട്ട് ചെയ്തെടുത്താണ് ഈ പോയിൻറ്റ്സ് നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിക്കാൻ പറ്റും. അതിൻ്റെ സൈഡിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞാൽ ഒരു ചെരിക്കണ ടൂളൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ നോക്കി കണ്ട ഒരു ചെരിഞ്ഞ് പോകണണ്ട. അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അടപ്പൻ്റെ ഒരു ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ അടപ്പൻ എവിടെയൊക്കെ തിരിയണ്ടോ ആ ഒരു അതിൻ്റെ പാത്ത് പിടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലും നമ്മൾ വീഡിയോ ഔട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഫ്രെയിം വഴി എടുക്കണം. ഞാനിപ്പോൾ ഇത് സ്പീഡിലൊന്ന് കാണിച്ചിരിക്കുന്നതാണ്. കാരണം ഇതിലിങ്ങനെ ലെങ്തി ആവും അതിൻ്റെ പ്രോസസ്സ്. ഇതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഞാനിത് പ്രീമിയറിൽ ചെയ്തുകൊണ്ടാണ്. ഇല്ല ഇപ്പോൾ നിങ്ങൾ വേറെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ചെയ്യണമെങ്കിൽ റോട്ടോസ്കോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ എഫക്റ്റുകളുണ്ട്, എഫക്റ്റല്ല ടൂളുകളുണ്ട്. ആ ടൂൾ വെച്ച് നമ്മുടെ സിസ്റ്റം തന്നെ അതിനെ ട്രാക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ പ്രീമിയർ ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പം മീൻസ് പഠിക്കാൻ എളുപ്പമായിരിക്കും ആഫ്റ്റർ എഫക്ട്സിനേക്കാൾ. ആഫ്റ്റർ എഫക്ട്സ് എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പ്രീമിയർ പ്രോയിൽ ചെയ്യാൻ കാരണം. നമ്മുടെ ആ അടപ്പൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സ്ക്രീൻ പോലെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്ക്രീൻ ബാക്കിൽ വന്നിട്ടുണ്ട്. അടപ്പൻ മാത്രം നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തേക്കാണ് ആ വീഡിയോ ഒന്ന് അനങ്ങണത്. അപ്പോൾ ഇനി നമ്മൾ അടിയിൽ ഈ ഐയുടെ ചിഹ്നം ഞെക്കിയിട്ട് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തിട്ടത് നമ്മൾ ഓണാക്കി കൊടുക്കാം. നമ്മുടെ കാല് ഏകദേശം അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ കണ്ട കാല് നീങ്ങാൻ അടുത്തെത്തുമ്പോൾ കണ്ട കറങ്ങണത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അടപ്പനില്ല. ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ അടപ്പൻ വരുന്നത്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് തട്ടണത് തൊട്ടല്ലേ എടുത്തുള്ളൂ. അതിന് മുൻപത്തെ എടുത്തില്ലല്ലോ. അത് എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുപ്പിയുടെ അടപ്പൻ്റെ ആ വീഡിയോയുടെ ഒരു 2 ഫ്രെയിം എടുക്കാം. മതി 1 2 3 മൂന്നാമത്തെ ഫ്രെയിമിൻ്റെ അവിടെ വെച്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ഫ്രെയിമാണ്, സെക്കൻഡ് അല്ല. അപ്പോൾ അത് ഇവിടെ ഈ ഒരു നീല കളർ കാണുന്നത് ഓരോ ഫ്രെയിമുകളാണ്. അപ്പോൾ ഓരോ ഫ്രെയിം രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ അവിടെ വെച്ച് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇതുണ്ടല്ലോ ക്ലിപ്പുമ്പോൾ ഞെക്കിയിട്ട് ആഡ് ഫ്രെയിം ഹോൾഡ് എന്നുണ്ടാവും. അപ്പോൾ ആഡ് ഫ്രെയിം ഹോൾഡ് കൊടുത്തതിന് ശേഷം അപ്പോൾ അതൊരു ഇതായിട്ട് ഫ്രെയിമായിട്ട് ഇതായിട്ടുണ്ട്. ഒരു ഫോട്ടോ പോലെ ആയിട്ടുണ്ട്. കണ്ട ഈ ഫോട്ടോ പോലെ ആയണത് എടുത്തിട്ട് രണ്ടാമത്തെയാണ് ഫോട്ടോ പോലെ ആയണേ. ആദ്യത്തെ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് കിടക്കണ ആ പീസ് കുഞ്ഞു പീസില്ലേ ഒരു ഫ്രെയിമുള്ളത് ആ ഫ്രെയിം നീക്കി കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലോട്ട് നമ്മളിങ്ങനെ നമ്മുടെ മൗസ് കൊണ്ടുവരുമ്പോൾ റെഡ് കളർ കാണാൻ പറ്റും. അപ്പോൾ ആ റെഡ് കളർ വരുന്ന ടൈമിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ നീക്കുമ്പോൾ അതൊരു ശരിക്കൊരു ഫോട്ടോ പോലെയാണ് വന്നതാണ് ആ അടപ്പൻ്റെ. അപ്പോൾ ആ ഫോട്ടോനെ നമുക്ക് തുടക്കം മുതൽ വെക്കണം. എന്നിട്ട് ആ ഫോട്ടോ തുടക്കം മുതൽ വന്നിട്ട് നമ്മൾ കാല് നീങ്ങണ സമയമാകുമ്പോൾ മറ്റേ വീഡിയോ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ നീക്കിയത് ഏറ്റവും തുടക്കം വരെ
ഈ അടപ്പൻ്റെ ഫോട്ടോ നീക്കി വയ്ക്കുകയാണ്. നിങ്ങൾ വയ്ക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവണം. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വീഡിയോ ഓണായി തുടങ്ങും. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്ത് നിങ്ങൾ ഒരു ഫ്രെയിം ബൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ മറക്കാതെ ചാനൽ ഇഷ്ടമായ മറക്കാതെ, വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റോട്ടോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ആനിമേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ല, ചെയ്തെടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എഡിറ്റിംഗ് ടൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇൻഷോട്ടിലൊക്കെ ക്യാപ്കട്ട് ഇൻഷോട്ടിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് രണ്ടിലും ചെയ്ത് നോക്കിയിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയണതിനനുസരിച്ച് ചെയ്യും. ഈ വീഡിയോയ്ക്ക് ഒരു 40 ലൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷോട്ടിലോ ആഫ്റ്റർ എഫക്ട്സിലോ ക്യാപ്കട്ടിലോ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്, ബൈ.